ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശാന്തമാണ്. പക്ഷേ സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും മാറാം. കാരണം മറുവശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനാണ്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ സൈന്യം എത്തരത്തിലാണ് ഇപ്പോഴും സജ്ജമായിരിക്കുന്നത്? നിർണായകമായ പല യോഗങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട് എന്ത് വന്നാൽ എങ്ങനെ നേരിടണം എന്നുള്ളത്, അല്ലേ അർജുൻ? ജയലക്ഷ്മി, പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിന് ശേഷം അതിനെ ഒരു വെടിനിർത്തൽ കരാർ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇന്ത്യ അതിനെ ഒരു ധാരണ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാനുമായി നിലവിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു താൽക്കാലിക ധാരണ. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സേനാ പിന്മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിർത്തിയിലെ സേനാ വിന്യാസങ്ങൾ, അതിന് പുറമെ ഈ സാഹചര്യം കണക്കിലെടുത്ത് അവിടെ ഉണ്ടായ അധിക സേനാ വിന്യാസങ്ങൾ, അധിക ഡിപ്ലോയ്മെൻറ്റുകൾ, ഇതൊന്നും തന്നെ പിന്മാറ്റിയിട്ടില്ല. അതായത് അവിടെ തന്നെ തുടരും, തൽസ്ഥിതി തുടരും. നിരീക്ഷിച്ച ശേഷം മാത്രം, അതായത് കൃത്യമായി പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം മാത്രമേ ഉചിതമായിട്ടുള്ള നടപടിയെടുക്കൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് സൈനിക നടപടികൾ നിർത്തിവെക്കുന്നു, ഭാവി നീക്കങ്ങൾ പാകിസ്ഥാൻ്റെ മറ്റ് നടപടികൾ കൂടി ശ്രദ്ധിച്ച് അത് നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും. 12-ാം തീയതി, അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് DGMO തലത്തിൽ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ വീണ്ടും ഒരു ചർച്ച നടക്കാൻ പോകുന്നു. ഇന്നലെ രാത്രി ഈ വെടിനിർത്തൽ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായതിനു ശേഷം DGMO തലത്തിൽ ഹോട്ട്ലൈനിൽ വളരെ ഹ്രസ്വ നേരത്തേക്കെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇരിക്കുന്നത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടാണ്. അതായത് ഒരു ധാരണയുണ്ട്. ആ ധാരണയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ ഇനി അങ്ങോട്ട് വെടിയുതിർക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യും എന്നല്ല. പാകിസ്ഥാന്റെ ഭാഗം നിരീക്ഷിക്കും. പാകിസ്ഥാനെ സദാ നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മളുടെ രാജ്യം ഇരിക്കുന്നത്. ഒരു ധാരണ എന്ന തരത്തിൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? അതായത് ഒരു കരാറിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്ത് തരത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ പ്രകടനം കാഴ്ചവെക്കുക. ഇതിൽ കർശനമായ ഒരു നിരീക്ഷണം ഇന്ത്യക്കുണ്ട്. നമുക്കറിയാം, ഈ ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചത് ഒന്നാകെ നമ്മളെ ഞെട്ടിച്ചിരുന്നു. കാരണം ഇത്രയധികം പ്രകോപനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത് നിന്ന് നിർദ്ദേശങ്ങൾ പോകുന്നുണ്ട്, മുന്നറിയിപ്പുകൾ പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വീണ്ടും അവർ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഒരിടത്തും ഇതുവരെ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടതായിട്ട് റിപ്പോർട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അതീവ ജാഗ്രതയിൽ തന്നെയാണ് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങൾ.